ഹായ്, ഇന്നൊരു സിക്ക് ഡേ ഇൻ മൈ ലൈഫാണ്. ഇപ്പോഴും എനിക്ക് കോൾഡൊന്നും മാറിയിട്ടില്ല. പക്ഷെ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ പിന്നെ അധികവും ഞാൻ ബെഡിൽ കിടപ്പായിരിക്കും. പക്ഷെങ്കിൽ ഇന്നത്തെ ഡേ അങ്ങനെ ഒരു വെറുതെ കളയണ്ട എന്ന് വിചാരിച്ചു. കാരണം നാളെ, അതായത് August 1 ആണ്. സോ എനിക്ക് കുറച്ചും കൂടി നാളേക്ക് വേണ്ടിയിട്ട് കുറച്ച് പ്രൊഡക്റ്റീവ് ആവണം. ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു ബി സിക്ക് മെൻ്റലി. അതുകൊണ്ട് ഞാൻ കുറച്ച് ക്ലീനിങ്ങും പരിപാടികളും കാര്യങ്ങളായിട്ട് എന്നെ തന്നെ ഒന്ന് ഓണാക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ഓർഗനൈസറിൽ ഫസ്റ്റത്തെ ഇതിൽ ഞാൻ കോമ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചു, പൊട്ടൊക്കെ. പിന്നെ സെക്കൻഡിൽ ഐസ് കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടിൻറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ തേർഡിൽ ലിപ്സ്റ്റിക്കും കാര്യങ്ങളും. ആൻഡ് ഫൈനലി കുറച്ച് ബ്രഷും അങ്ങനത്തെ സ്പൂളി അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ അല്ലേ, അതൊക്കെ വെച്ചിട്ടുണ്ട്. ഒന്നുകൂടെ എന്നെ ആക്റ്റീവ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഷവർ ചെയ്തിട്ട് വന്നു. തലേയൊന്നും കുളിച്ചിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ദാറ്റ് വാസ് എ ഗുഡ് ഡിസിഷൻ. ആൻഡ് ബൈ ദ വേ, ഈ ഒരു ഞാൻ ഇട്ടിട്ടുള്ള ഈ ഒരു ലോഞ്ച് വെയർ അല്ലെങ്കിൽ എന്താ പറയുക, വീട്ടിൽ നിൽക്കുന്ന സംഭവം, ഇത് ഞാൻ മാക്സിൽ നിന്ന് ഓഫറിൽ വാങ്ങിയതാണ്. 299 ആയിരുന്നു പ്രൈസ്. എനിക്ക് നല്ലൊരു ഡീലായിട്ട് തോന്നി. കുറച്ച് സൈസ് വലുപ്പമുള്ളതാണ്, പക്ഷേ വീട്ടിൽ നിന്നിടുമ്പോൾ ഇതാണല്ലോ കംഫർട്ട്. പിന്നെ ഞാൻ രാവിലെ തന്നെ മുടിയൊക്കെ ഒന്ന് ചീക്കട്ടാന്ന് വിചാരിച്ചു. ബിക്കോസ് എനിക്ക് ഭയങ്കര മടിയാണ് ഈ സാധനം എന്ന് പറയുന്നത്. ഇപ്പോൾ ക്ലാസ്സും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു തരത്തിലുള്ള ഓർഗനൈസേഷനും എൻ്റെ ലൈഫിലില്ല. സോ ഐ തോട്ട്, നാളെ August 1 ആണല്ലോ, അപ്പോൾ ഓഗസ്റ്റിലേക്ക് ഒരു ജേർണലിങ് ചെയ്തിട്ട് നമുക്ക് എല്ലാം ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാമെന്ന്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ജേർണലിങ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആൻഡ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ബുക്കായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്കങ്ങനെ ജേർണലിങ്ങിനായിട്ടൊരു ബുക്ക് എന്ന് പറയുന്നൊന്നുമില്ല. ഒരു ടു ഡു ലിസ്റ്റ് എഴുതുന്ന പ്ലാനറും കാര്യങ്ങളും എനിക്ക് ഒറ്റൊന്നുണ്ട്. അത് ഏച്ചി ഗിഫ്റ്റ് ചെയ്തതായിരുന്നു. പക്ഷേ ഞാൻ അതിന് പുറമെ ഒന്നും തന്നെ ചെയ്യാറില്ല. അങ്ങനെ ഞാനൊരു ഹെലോ ഓഗസ്റ്റിൽ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഞാനൊരു പൂവൊക്കെ വരച്ചിട്ട് കൊള്ളാക്കിയിട്ടുണ്ട്. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. ഈ പ്ലാനർ എനിക്ക് നന്നായിട്ട് ഓർഗനൈസ്ഡ് ആയിരിക്കണം എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ടു ഡു ലിസ്റ്റ് മാത്രം എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇനി ഇത് ദിവസം തന്നെ ഉപയോഗിക്കണം. എനിക്ക് കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് ചെയ്യാനുണ്ട്. സോ ഫസ്റ്റ് ജേർണലിങ്ങിൻ്റെ ഫസ്റ്റത്തെ പേജ് ഞാൻ ഹാബിറ്റ് ട്രാക്കറാണ് ഉണ്ടാക്കുന്നത്. ആൻഡ് ഈ ഒരു ഹാബിറ്റ് ട്രാക്കർ എനിക്ക് എന്താണ് ഒരു ജേർണലിംഗ് ബുക്കിൽ എഴുതേണ്ടത്, എങ്ങനെയാണ് ഒരു ജേർണലിംഗ് ചെയ്യേണ്ടത് എന്ന് നോക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തത് ഒരു ഫോറിൻ യൂട്യൂബറെ ആയിരുന്നു കേട്ടോ. എനിക്ക് ആളുടെ പേര് ഓർമ്മയില്ല. ഞാൻ ആരെങ്കിലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എങ്ങാനും കൊടുക്കാം. ആൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരുടെ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഞാൻ ചെയ്തത്. ഞാൻ ജസ്റ്റ് ടോപ്പിക്ക് മാത്രമാണ്, എന്തൊക്കെയാണ് എനിക്ക് വേണ്ട ടോപ്പിക്ക് മാത്രമാണ് ആളിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് ഹാബിറ്റ് ട്രാക്കർ, വീക്ക്ലി ട്രാക്കർ, അങ്ങനെ മൂവി, അങ്ങനെ കുറച്ച് സംഭവമുണ്ട്. അതിൻ്റെ ഒക്കെ ടോപ്പിക്സ് എന്താണ് കണ്ടൻറ്റ് എഴുതേണ്ടതെന്ന് മാത്രമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് വെച്ചിട്ട് ഞാൻ ഓരോന്ന് വിധം ചെയ്യാണ്. പിന്നെ എൻ്റെ കയ്യിൽ അങ്ങനെ കുറേ കളേഴ്സും അതുപോലെ ജേർണലിങ് ചെയ്യേണ്ട സപ്ലൈസും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. സോ എൻ്റെ കയ്യിലുള്ള ഒരു മിനിമൽ പ്രൊഡക്ട്സ് വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ തന്നെ ചെയ്യുന്നത്. ആൻഡ് ഓരോന്നും എന്താണെന്ന് ഇൻ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ഓഗസ്റ്റ് മന്തിലേക്കുള്ളൊരു പ്ലാനറാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ഫസ്റ്റത്തെ പേജിൽ ഞാൻ ഹലോ ഓഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് പേജിലായിട്ട് ഹാബിറ്റ് ട്രാക്കർ എഴുതിയിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ പേജിൽ ഞാൻ ഹാബിറ്റ് ട്രാക്കറാണ് എഴുതിയിട്ടുള്ളത്. അതിൽ എനിക്ക് വേണ്ട ദിവസം ഫോളോ ചെയ്യേണ്ട ഹാബിറ്റ്സും അതുപോലെ തന്നെ ഡേറ്റ്സും ഞാൻ ഇട്ടിട്ടുണ്ട്. താഴെ ഡേറ്റ്സും മുകളിൽ ആയിട്ട് ഞാൻ എൻ്റെ ഹാബിറ്റ്സും കാര്യങ്ങളൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. ആൻഡ് ഇത് ഞാൻ ഫില്ല് ചെയ്യുമ്പോഴും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സെക്കൻഡ് പേജിൽ ഞാൻ വീക്കിലി ട്രാക്കറായിട്ട്, അതായത് വീക്കെൻഡ്സിൽ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ആൻഡ് അതിന് ഓരോന്നിനും ഓരോ കളർ ഇട്ടിട്ടുണ്ട്. അങ്ങനെ 4 വീക്കും ഞാനത് ചെയ്യുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു കളർ വെച്ചിട്ട് എനിക്ക് മാർക്ക് ചെയ്താൽ മതിയാകും. ആൻഡ് തേർഡ് വൺ ഇസ് ടു ചെക്ക് ഔട്ട്. അതായത് നമുക്കിപ്പം ഏതെങ്കിലും മൂവി കാണണം, സോങ് കേൾക്കണം, ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കണം, റെസിപ്പീസ് ട്രൈ ചെയ്യണം, ഇത് ഈ സാധനം ഇന്ന ഷോപ്പിൽ പോയി വാങ്ങിക്കണം എന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യേണ്ട പേജ്. അടുത്തതാണ് മൂവി ട്രാക്കർ. ഈ മന്തിൽ ഞാൻ എന്തൊക്കെ മൂവി കണ്ടു എന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഒരു മന്ത് വെച്ചിട്ട് നമുക്ക് ചെയ്യേണ്ട, വേണമെങ്കിൽ ഒരു ഇയർലി സംഭവം നമുക്ക് അതിൽ ഇതാക്കാം. പിന്നെ ഒരു പീരിയഡ് ട്രാക്കറിൻ്റെ ഡേറ്റും എത്ര ദിവസം ലോങ് ലാസ്റ്റ് ചെയ്തെന്നും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ തന്നെ ഞാനൊരു കുഞ്ഞ് നോട്ടും കൂടി എനിക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബിക്കോസ് ഐ ഹാവ് ഗുഡ് ക്രാംസ്. അപ്പം അതിന് ശേഷം ഞാൻ യൂട്യൂബിൻ്റെ സബ്സ്ക്രൈബേഴ്സ് എത്ര ഗ്രോ ചെയ്യുന്നുണ്ട് അതൊക്കെ എഴുതി. പിന്നെ യൂട്യൂബിൻ്റെ ഐഡിയാസും കാര്യങ്ങളും. പിന്നെ ഞാനൊരു ബ്രെയിൻ ഡമ്പും കൂടി എഴുതുന്നുണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും നമ്മുടെ തോട്ട് എന്താണോ അത് ജസ്റ്റ് ഒന്ന് എഴുതുക. അതിന് ഒരു ഓർഗനൈസേഷനും കാര്യങ്ങളും വേണ്ട. എന്താണ് നമ്മുടെ തോട്ടം എന്ന് വെച്ചാൽ അത് എഴുതാം. അത് വളരെ നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങൾ എഴുതിയപ്പോൾ നമ്മളെ ജേർണൽ സെറ്റായിട്ടുണ്ട്. ഇനി നാളെ മുതൽ ഇതൊക്കെ പാലിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഞാൻ എന്തായാലും നാളത്തെ വ്ലോഗും കൂടി ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം എടുത്തു വെച്ചു കേട്ടോ. മരുന്നൊക്കെ കഴിച്ചിട്ട് ഉറങ്ങണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ എനിക്ക് ഉറങ്ങാൻ തോന്നിയില്ല. ഞാൻ ആ സമയത്ത് ഒരു മൂവി കണ്ടു. പൊന്നിയിൻ സെൽവനാണ് വെച്ചത്. പക്ഷേ എത്തിയത് DNA എന്ന് പറയുന്ന ഫിലിമിലാണ്. പിന്നെ ഈവനിങ് ആകുമ്പോൾ പിള്ളേർ വന്ന് ട്യൂഷൻ ഞാൻ എടുത്തു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് അമ്മമ്മ നല്ലൊരു ചുക്ക് കാപ്പി ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഇരുന്ന് കുടിച്ചു. കോഫിയിൽ ഞാൻ നടത്തിയ കലാവിരുതാണിത്. സാധാരണ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ലവ് വരക്കുന്നത്, പക്ഷേ ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, എനിക്കൊന്നും വന്നില്ല. പിന്നെ ഞാനിത് കൽമാസാട്ടോ വയ്ക്കുന്നത്. ഇത് കണ്ണൂരത്തെ ഒരു ഫേമസ് സ്നാക്കാണ്. നമുക്കൊരു ദിവസം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഞാനൊരു വീഡിയോ കേട്ടോ. അങ്ങനെ അതൊക്കെ കുടിച്ചിട്ട് പാറുവിനോട് വർത്താനം പറഞ്ഞ് TV കണ്ടിട്ടാണ് ഞാനത് കുടിക്കുന്നത്. പാറുവിൻ്റെ ചെയറിലാട്ടോ ഇരിക്കുന്നത്. രാത്രി പ്രാറും ഞാനും കൂടി ഒരുമിച്ചാണ് ഫുഡൊക്കെ കഴിച്ചത്. ഇനി നമുക്ക് നേരെ കിടന്നുറങ്ങാം. ഗുളികയൊക്കെ കുടിച്ചിട്ടുണ്ട്. എനിക്ക് ഗുളിക കുടിക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ നാളെ കാണാം. ബൈ ബൈ.